ഹായ് ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടവളിയോട് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് ആസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ T20 വേൾഡ് കപ്പ് ഹിസ്റ്ററി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 2020 ലോകകപ്പിൻ്റെ ചരിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ലോകകപ്പ് 2020 ലോകകപ്പ് മത്സരങ്ങൾ നടക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത മത്സരം പാകിസ്ഥാനെതിരെയാണ്. ജൂൺ 9 ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലെ നാസോ കൗണ്ടി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റ് പ്രേമികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു മത്സരമാണ്. കാരണം ക്രിക്കറ്റിലെ ഏറ്റവും ക്ലാസിക്കായിട്ടൊരു പോരാട്ടം, അല്ലെങ്കിൽ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുന്ന, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. അത് എപ്പോൾ നടത്തിയാലും അത് ആരാധകർക്കൊരു ട്രീറ്റാണെന്ന് പറയാം. അത്രയധികം ആളുകൾ കാണുകയും ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുകയും ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ചരിത്രം നോക്കുമ്പോൾ ആദ്യത്തെ ലോകകപ്പിൽ തന്നെ ഇവർ ഏറ്റുമുട്ടിയിരുന്നു. 2007 ആദ്യ ലോകകപ്പ്, സൗത്ത് ആഫ്രിക്ക നടന്ന ലോകകപ്പിൽ ഇവർ ഒരേ ഗ്രൂപ്പിലായിരുന്നു. ആദ്യം ഇവർ ഏറ്റുമുട്ടിയപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ അന്ന് ആ മത്സരം സമനിലയിലാവുകയും പിന്നീട് ബോൾ ഔട്ടിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. 3-0 ഇന്ത്യ വിജയിച്ചു. ബോൾ ഔട്ടിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു. പിന്നെ രണ്ടാമത് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയത് അതേ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ 5 റൺസിന് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നു. അതായത് ശ്രീശാന്തിൻ്റെ ആ ക്യാച്ച് ആരും മറക്കുവാനിടയില്ലല്ലോ. പിന്നീട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയത് 2012 2012 ഇന്ത്യ 8 വിക്കറ്റിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് 2014 അടുത്ത് ഏറ്റുമുട്ടുന്നത്. അതിൽ ഇന്ത്യ 7 വിക്കറ്റിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് 2016 ഏറ്റുമുട്ടിയപ്പോൾ അതിൽ 6 വിക്കറ്റിന് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുകയാണ്. പിന്നീട് 2021 ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് പാകിസ്ഥാൻ വിജയിക്കുകയാണ്. 10 വിക്കറ്റിന് പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തുന്നു. പിന്നീട് 2022 ഇവർ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ആകെ മൊത്തം 7 മത്സരങ്ങളാണ് ഇവർ തമ്മിൽ കളിച്ചത്. അതിൽ 7 മത്സരങ്ങളിൽ 5 എണ്ണത്തിൽ ഇന്ത്യ വിജയിച്ചു, 1 പാകിസ്ഥാൻ വിജയിച്ചു, 1 സമനിലയിൽ അവസാനിച്ചു. അങ്ങനെയാണ് ഇവരുടെ ആ ഇതെന്ന് പറയുന്നത്. ഇന്ത്യക്കാണ് വിന്നിംഗ് റേഷ്യോ കൂടുതൽ. ഒരേ ഒരു മത്സരം മാത്രമേ പാകിസ്ഥാന് ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുമ്പോൾ USA കൂടി അമേരിക്കയോട് തോറ്റതിൻ്റെ ഒരു ആഘാതത്തിലാണ് പാകിസ്ഥാൻ. ഇന്ത്യ ആട്ടെ ആദ്യ മത്സരം ജയിക്കുകയും ചെയ്തു. അപ്പോൾ ജയത്തോടു കൂടിയാണ് ഇന്ത്യ തുടങ്ങിയിരിക്കുന്നത്, തോൽവിയോടു കൂടിയാണ് പാകിസ്ഥാൻ തുടങ്ങിയിരിക്കുന്നത്. 2 ടീമുകളുടെയും രണ്ടാമത്തെ മത്സരമാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു ആഘാതത്തിലാണ് പാകിസ്ഥാൻ. അത് ഇന്ത്യക്ക് മുൻതൂക്കം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബാബറസമാണ് പാകിസ്ഥാൻ ടീമിനെ നയിക്കുന്നത്. ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് രോഹിത് ശർമ്മയും. ഏതായാലും നല്ലൊരു ക്ലാസ് പോരാട്ടമായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. 9 ഞായറാഴ്ച ന്യൂയോർക്കിലെ നാസോ കൗണ്ടി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ എല്ലാ കണ്ണുകളും അമേരിക്കയിലേക്ക്, എല്ലാ കണ്ണുകളും ന്യൂയോർക്കിലേക്ക്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടുത്തൊരു ക്ലാസിക് കാണുവാനുമായിട്ട് എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. ഇന്ത്യ വിജയം ആവർത്തിക്കട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.